ഇനി പുതിയ സർക്കാരാണ്. UDF സർക്കാരിന്റെ ഭരണപരിഷ്കാരങ്ങൾ തുടരുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് തുറന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അടച്ചിട്ട ഗേറ്റാണ് മുഖ്യമന്ത്രിയായി VD സതീശൻ ചുമതലയേറ്റ ഉടൻ തുറന്നിരിക്കുന്നത്. നിലവിൽ ഉദ്യോഗസ്ഥർക്കും മന്ത്രി വാഹനങ്ങൾക്കുമാണ് ഇതുവഴി പ്രവേശനമുണ്ടാവുക. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിലൂടെ 1-ാം നമ്പർ കാർ കടന്നുവരുന്ന ദൃശ്യങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും പൊതുജനങ്ങളോ മാധ്യമപ്രവർത്തകരോ കണ്ടിട്ടില്ല. ഇന്ന് അത് കാണാൻ സാധിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അടച്ചിട്ട സമരഗേറ്റിന് ഒടുവിൽ ശാപമോക്ഷം. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ തൊട്ടടുത്ത ദിവസം തന്നെ ഗേറ്റ് തുറന്നിടാൻ VD സതീശന്റെ നിർദ്ദേശമെത്തി. അങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റുകളിലൊന്നായ സമരഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ് ഒടുവിൽ തുറന്നു. തിരുവനന്തപുരത്തോ സെക്രട്ടേറിയറ്റിൽ വരാത്ത മലയാളികൾക്ക് പോലും അറിയാവുന്ന ഒരു ഗേറ്റാണ് ഇത്, നോർത്ത് ഗേറ്റ്. അപ്പോൾ അവിടെ സംസാരിച്ച ആളുകൾ പറയുന്നത് അതിൻ്റെ ആ ഗേറ്റ് തുറക്കാൻ ഒരുപാട് പണിപ്പെട്ടു. കാരണം അത്രയും ആ ഒരു ഇരുമ്പെല്ലാം അതിനകത്തെ സ്റ്റക്കായിപ്പോയി, ദ്രവിച്ചിട്ടും എല്ലാ കാരണം കൊണ്ടും. സെക്രട്ടേറിയറ്റിന് ചുറ്റും 4 പ്രധാന ഗേറ്റുകളുണ്ട്. സുരക്ഷ കണക്കിലെടുത്താണ് ഏറ്റവും മുന്നിലുള്ള സമരഗേറ്റ് പിണറായി സർക്കാർ എന്നേക്കുമായി അടച്ചത്. പ്രധാന റോഡിന്റെ സമീപമുള്ള ഗേറ്റ് അടച്ചതോടെ മറ്റു ഗേറ്റുകളിലൂടെയായിരുന്നു സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുവശത്തെ കണ്ടോൺമെന്റ് ഗേറ്റിലൂടെയായിരുന്നു എത്തിയിരുന്നത്. സാധാരണഗതിയിൽ സമരങ്ങൾ എത്തുന്നത് ഈ ഗേറ്റിന് മുന്നിലാണ്. അതുകൊണ്ട് സമരഗേറ്റ് എന്നറിയപ്പെട്ടു. ഇനിയും സമരങ്ങൾ വരുമ്പോൾ സുരക്ഷ കണക്കിലെടുത്ത ബാരിക്കേഡ് വെച്ച ഈ ഗേറ്റ് പൂട്ടും. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ പ്രവർത്തിക്കുന്നത് ഈ സമരഗേറ്റിന് സമീപത്താണ്. പരാതികളുമായി എത്തുന്നവർക്ക് പക്ഷേ ഗേറ്റിലൂടെ പ്രവേശനമുണ്ടായിരുന്നില്ല. സർക്കാരിന് ജനങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളൊരു സമീപനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഗേറ്റ് ഇവിടെ ഇന്ന് മലർക്കെ തുറന്നു കിടക്കുന്നത്. ഉദ്യോഗസ്ഥർക്കും മന്ത്രിവാഹനങ്ങൾക്കും ഇപ്പോൾ ഇതുവഴി പ്രവേശിക്കാം. നിലവിൽ പൊതുജനങ്ങൾക്ക് നോർത്ത് ഗേറ്റ് വഴി പ്രവേശനാനുമതിയില്ല. തൊട്ടടുത്ത കന്റോൺമെന്റ് ഗേറ്റ് വഴി പാസ് എടുത്ത് പ്രവേശിക്കണം. സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് പക്ഷേ ഇതുവഴി ഇറങ്ങാം. വൈകാതെ പൊതുജനങ്ങളെയും ഇതുവഴി അകത്തേക്ക് കടത്തിവിടുമെന്നാണ് വിവരം. വളരെ സന്തോഷമുണ്ട്. കാരണം വളഞ്ഞ വഴിയായിരുന്നു ഇതുവരെ, പക്ഷേ ഇനി മുതൽ വളഞ്ഞ വഴിയില്ല, എല്ലാം നേർവഴിക്കാണ് എന്നുള്ളതാണ് ഇത് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം. അല്ല, ഈ സർക്കാർ പുതുയുഗം എന്ന് പറഞ്ഞത് പിൻവാതിൽ ഇല്ലാതെ മുൻവാതിലിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഗേറ്റിനു മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന നോർത്ത് ഗേറ്റ് എന്ന ബോർഡിലെ N അക്ഷരം ഇളകി മാറിയിട്ട് കാലങ്ങളായി. ഉടൻ N എന്ന അക്ഷരം അവിടെ സ്ഥാപിക്കുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. ഒട്ടേറെ പരിഷ്കാരങ്ങൾ, അടിപൊളി മാറ്റങ്ങൾ. ഇനി എന്തൊക്കെ മാറുമെന്നുള്ളത് കണ്ടറിയണം. ക്യാമറമാൻ അരുണിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.